കഴിഞ്ഞ വർഷത്തേക്കാളും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടേക്ക് അധികമായി എത്തിയിട്ടുണ്ട്. കാരണം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് അവരുടെ ആഗ്രഹ സഫലീകരണം ഉണ്ടാകുന്നു. അത് അമ്മ പറഞ്ഞാൽ അത് നിറവേറ്റി തരുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു വർധനവുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വീണ്ടും ഭക്തജനങ്ങളെ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. ദേവീ ദർശനത്തിനായി ഭക്തജനങ്ങളെ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 9:15 ശുദ്ധപുണ്യാഹ ചടങ്ങുകളോടുകൂടിയാണ് ഈ പൊങ്കാല സമർപ്പണത്തിനുള്ള ചടങ്ങുകൾ തുടങ്ങിയത്. അതിനുശേഷം 9:45 അടുപ്പുവെട്ട് നടന്നു. അതുപോലെ തന്നെ മുഖ്യ മേൽശാന്തിയാണ് ക്ഷേത്രത്തിലെ വലിയ തിടപ്പള്ളിയിൽ നിന്ന് ദീപം പകർന്ന് ശ്രീകോവിലിന് മുന്നിലെ പൊങ്കാല അടുപ്പിലേക്ക് ദീപം പകർന്നത്. അതിനുശേഷം നേരത്തെ സജ്ജീകരിച്ചിരിക്കുന്ന പുതിയ മൺകുടം, അതുപോലെ തന്നെ അരി, ഉണക്കലരി അടക്കമുള്ള ശർക്കര അടക്കമുള്ള വിഭവങ്ങൾ ചേർത്തുള്ള ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണ് തയ്യാറാക്കുന്നത്. അത് ഇപ്പോൾ ഈ മൺകലം തിളച്ച് തൂവിക്കഴിഞ്ഞു. അതിനുശേഷം അതിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ഭക്തജനങ്ങളുടെ വായ്ക്കുരവകളുടെ അകമ്പടിയോടുകൂടി തന്നെ, അതുപോലെ ഈ കതിനവെടികളും അതുപോലെ ചെണ്ടമേളത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് ഈ പൊങ്കാല അടുപ്പിൽ തീ പകർന്നത്. ആ സമയത്ത് തന്നെ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ പൊങ്കാല അടുപ്പിലേക്കും തീ പകർന്നു. അത് വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യമാർന്ന പല വിഭവങ്ങൾ, തെരളി അടക്കമുള്ള, മണ്ടപ്പുറ്റടക്കമുള്ള പല വിഭവങ്ങളാണ് ഭക്തജനങ്ങളുടെ പൊങ്കാല അടുപ്പിലും പൊങ്കാല കലങ്ങളിലും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഫെബ്രുവരി 23-നാണ് പൊങ്കാല മഹോത്സവം തുടങ്ങുന്നത്. അതിനുശേഷം ഈ ദിവസം വരെ ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പായിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ ഭക്തജനങ്ങൾ ആഗ്രഹിച്ച, ഒരു വർഷം കാത്തിരുന്ന ആ ചടങ്ങ്, ആ ഒരു മുഖ്യ ചടങ്ങ്, പൊങ്കാല മഹോത്സവത്തിന്റെ ഏറ്റവും മുഖ്യമായ ചടങ്ങായിട്ടുള്ള പൊങ്കാല സമർപ്പണമാണ്. ഇവിടെ അതിന്റെ പ്രധാന ചടങ്ങുകളാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അത് ആ മൺകുടം നിറഞ്ഞു തൂവി അതോടുകൂടി തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹ സഫലീകരണം നടക്കും. അതുപോലെ തന്നെ കണ്ണകി ദേവിക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള, ആഗ്രഹ സഫലീകരണത്തിനുള്ള ഒരു വഴി തുറക്കുമെന്നുള്ളത് തന്നെയാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഇനി 2:15 കൂടിയാണ് ഇനി നൈവേദ്യം സമർപ്പണം ഉണ്ടാകുക. അത് 350ഓളം പൂജാരിമാരെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിയോഗിച്ചിട്ടുള്ളത്. അത് ശ്രീകോവിലിൽ നിന്ന് ഈ ശുദ്ധ പുണ്യാഹം തളിക്കുക, അതോടുകൂടി തന്നെ ഭക്തജനങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നതും ആ അമ്മ കണ്ണകി ദേവി, ആറ്റുകാൽ ഭഗവതി ഈ നൈവേദ്യം സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വിശ്വാസമായി വരികയും ചെയ്യുന്നത്. അതോടുകൂടി മാത്രമേ അവരുടെ ദേശങ്ങളിലേക്ക് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ അടക്കം ഈ ക്ഷേത്രസന്നിധിയിലേക്കും അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്കും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എത്തി